വൈകിടുമോ പ്രിയനേ വരാ, വൈകിടുമോ എന്നെ ചേർപ്പാ, വൈകിടുമോ പ്രിയനേ വരാ, വൈകിടുമോ എന്നെ ചേർപ്പാ. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ആമേൻ. യേശുവിന്റെ അടുക്കൽ വിദ്വാൻമാർ വന്നിട്ട് അവർ അതേ വഴി തന്നെ തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ആ വഴിയാത്രയിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് ദൈവം അറിഞ്ഞിട്ട് ആ ദൈവദൗത്യം ചെയ്തവരെ ദൈവം അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേറൊരു വഴിയിലൂടെ ദൈവം അവരെ നയിച്ചു. ഞാൻ ഇന്ന് പറയുന്ന ഒരു ദൂത്, വഴി മാറ്റിവിടുന്ന ഒരു ദൈവമുണ്ട്. അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ വഴി മാറ്റിവിടുന്ന ഒരു ദൈവം, അനർത്ഥങ്ങളിൽ നിന്ന് നിങ്ങളെ വഴിമാറ്റി വിടുന്ന ദൈവം. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു മലയുടെ അടിവാരത്താണ് താമസിക്കുന്നത്. മലയുടെ മുകളിൽ മുഴുവൻ ഒത്തിരി പാറക്കെട്ടുകളുള്ള ഒരു സ്ഥലം. ഇപ്പോഴും എൻ്റെ വീട് അവിടെയാണ്. ഒരു വലിയ മഴക്കാലത്ത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നിങ്ങനെ ഈ വലിയ ഈ മൊബൈൽ ഫോണുകളോ ലാൻഡ് ഫോണുകളൊന്നും ഇല്ലാത്ത കാലം. അപ്പം എൻ്റെ ചെറുപ്രായത്തിൽ ഒരമ്മച്ചി ഒരു ദിവസം ഓടി വന്നിട്ട് പറഞ്ഞു, ഈ മലയിൽ നിന്നൊരു കല്ല് വന്ന് ഒരു വലിയ നഷ്ടമുണ്ടാകുന്നതാണ് കാണിച്ചു. ഞങ്ങളന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥിച്ചു. സംഭവിച്ചത്, ഞങ്ങളുടെ നേർക്ക് നിന്നൊരു കല്ല് വഴി മാറി വേറെ സ്ഥലം വഴി പോയി. മറ്റൊരിക്കൽ ഒരു കല്ല് ഞങ്ങളുടെ വീടിന് നേരെ വന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു മരത്തെ ഇടിച്ചിട്ട് അത് 2 വഴിയായി മാറിപ്പോയി. ഞാനിത് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ചില അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വഴി മാറ്റിവിടുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ യാത്രകളിൽ അപകടങ്ങളുണ്ടെങ്കിൽ വേറെ വഴിയാക്കി നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ ആയുസ്സിനെയും നിങ്ങളുടെ പ്രാണനെയും നിങ്ങളുടെ നന്മകളെയും സൂക്ഷിക്കുന്നവനാണ് ഈ നല്ല ദൈവം. പ്രൈസ് ഗോഡ്. അങ്ങനെ സൂക്ഷിക്കപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സങ്കീർത്തനം 2 പറയുന്നു, നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുന്നു. കർത്താവുമായിട്ടൊരു വലിയ ബന്ധം നിങ്ങൾക്കുള്ളത് കൊണ്ട് സത്യമായിട്ടും എല്ലാ പതിയിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടും. വിദ്വാൻമാരോട് സ്വപ്നത്തിൽ പറഞ്ഞു, ആ വഴി പോകണ്ട, കാരണം നിങ്ങൾ തകർക്കാൻ രാജാവ് സൈന്യത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രാജാവ് അവിടെ നോക്കി തന്നെ ഇരിക്കുക. ദൈവം തൻ്റെ മക്കളെ മറ്റൊരു വഴിയായി അവരെ യാത്രയാക്കി. ഞാനതിൽ നിന്ന് അടുത്തൊരു തൂന്നുകൊണ്ട് നിങ്ങൾക്ക് തരാം. ഇതുവരെ നിങ്ങൾ പോകാത്ത വഴിയിലൂടെ ദൈവം നിങ്ങളെ നടത്തും. ഇതുവരെ കാണാത്ത വഴികളിലൂടെ ദൈവം നിങ്ങളെ നടത്തും.
നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ദൈവശക്തനാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആകുക. നിങ്ങളെ എന്ത് ഏൽപ്പിച്ചു അതിൽ ഫോക്കസ്ഡ് ആകുക. നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. ആമേൻ. സ്തോത്രം. ഗസയിലേക്ക് പോകുന്ന ഫിലിപ്പോസിനെ ദൗത്യം കഴിഞ്ഞ് സ്നാനപ്പെട്ട് നനഞ്ഞ വസ്ത്രമായി കയറി നിൽക്കുമ്പം ആ ഷണ്ണനോട് വിസിറ്റിംഗ് കാർഡ് പോലും ചോദിക്കാൻ ദൈവം അനുവദിച്ചില്ല. നോക്കി നിൽക്കെ ദൈവാത്മാവിനെ എടുത്തുകൊണ്ട് പോയി. അവൻ പിന്നെ കണ്ടത് അസ്തോതില. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കർത്താവ് നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്ര അപകടങ്ങളുണ്ടെങ്കിലും സൂക്ഷിച്ചെത്തിക്കും. ചില യാത്രകളിലുള്ള അനർത്ഥങ്ങളെ ദൈവം മാറ്റുകയാണ്. നിങ്ങൾ അത്ഭുതകരമായ ചില സാക്ഷ്യങ്ങൾ പറയാൻ പോവുകയാണ്. പല അനർത്ഥങ്ങളിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ തലമുറയും കുടുംബവും സുരക്ഷിതമാകാൻ പോവുകയാണ്. ദുഷ്ടന്റെ ആശ നടക്കത്തില്ല. അവൻ പല്ല് കടിച്ചിരിക്കും. സന്തോഷിച്ചിരിക്കുക, കർത്താവിനെ സ്തുതിക്കുക. നിങ്ങൾ കാണുന്ന വിഷൻസിനകത്തോടെല്ലാം ദൈവം നിങ്ങളോട് സംസാരിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് ഞങ്ങളുടെ അപകടങ്ങളെല്ലാം മാറ്റുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കും. കർത്താവ്, അവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അപകടങ്ങളെയും യേശു അങ്ങ് വഴി തിരിച്ചു വിടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവർ എത്തേണ്ട ലക്ഷ്യത്തിലേക്ക് അങ്ങ് അവരെ എത്തിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, കർത്താവ്, അവർക്കായി ചില പുതുവഴികൾ അങ്ങ് തുറക്കുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്ന. കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ ഇന്നങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. യേശുവിൻ്റെ നാമത്തിലപ്പാ ഈ മക്കളെ ഒന്നും കൂടെ ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളുടെ പരമ്പരകൾ സംഭവിച്ച ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഒരനർത്ഥം മാറുമ്പോൾ അടുത്ത അനർത്ഥം, അങ്ങനെ സൈക്കിളുകൾ പോലെ തുടരുന്ന അനർത്ഥങ്ങളുടെ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഞങ്ങളതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇനി അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഈ മക്കളെ നീ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യും. അപകടങ്ങൾ മാറുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളിൽ വന്ന ചില ആക്സിഡന്റുകൾ നിമിത്തം ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ ബലക്ഷയം വന്ന് അസ്വസ്ഥമായിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി നീ അവരെ ഗിരികളിൽ നിർത്തണമേ. ഇപ്പോൾ ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ രോഗമുള്ള ഭാഗത്ത് നിന്ന് ആ രോഗം അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യമുണ്ടാകട്ടെ. കടങ്ങൾ മാറട്ടെ, ജപ്തികൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ എക്സാമിന് അവർക്ക് ജയം കൊടുക്കട്ടെ. പരിശുദ്ധാത്മാവെ, അവരുടെ യാത്രയിൽ ആമേൻ ഒരു സ്ഥിരത, അവരുടെ യാത്രയിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാകട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് കൂടെയുണ്ട്. ധൈര്യമായിട്ട് യാത്ര ചെയ്യുക. ശലം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.